പോക്സോ കേസിനെ തുടർന്ന് കുട്ടികളെ മാറ്റിയ അനാഥാലയത്തിൽ ഇന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ പരിശോധന. പത്തനംതിട്ട ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും നടപടികൾ. റിപ്പോർട്ട് ഓർഫനേജ് ഫണ്ട് ബോർഡിന് കൈമാറും. അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കണോ എന്ന കാര്യത്തിൽ ഓർഫനേജ് ഫണ്ട് ബോർഡാവും തീരുമാനം എടുക്കുക. അസാധാരണമായ സാഹചര്യത്തിലാണ് ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ ഇന്നലെ കുട്ടികളായിട്ടുള്ള 24 പേരെയും ഈ അനാഥാലയത്തിൽ നിന്നും മാറ്റി വിടേണ്ടി വന്നത്. അവിടെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടി വിവാഹിതയാവുകയും പിന്നീട് 7-ാം മാസം പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തതോടുകൂടി പരാതി ഉയരുകയും ചുരുക്കത്തിൽ അന്തേവാസിയായിരുന്ന പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കത്തിൽ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അനാഥാലയത്തിൽ പാർപ്പിക്കപ്പെട്ട പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്ക് ഇടവരുത്തിയത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഡാഡി ഗിരിജ അല്ല, മമ്മി ഗിരിജ, അവരുടെ അനാഥാലയത്തിന് സീൽ വെക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അനാഥാലയത്തിൽ വെച്ച് പ്രഗ്നന്റ് ആവുക, അതും അനാഥാലയ നടത്തിപ്പുകാരുടെ മകനിൽ നിന്നും തന്നെയാണ് ഇങ്ങനെയുള്ളൊരു പീഡനം നടന്നിട്ടുള്ളത്. അത് മറയ്ക്കാനായിട്ട് ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത്. എന്തായാലും ഇതൊരു പോക്സോ കേസായി മാറിയിട്ടുണ്ട്. ആ ഒരു അനാഥാലയ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവരെ മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു അനാഥാലയം വളരെ സേഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെയുള്ള മറ്റുള്ള കുട്ടികളും ഇതേ സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കറക്റ്റ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എന്തായാലും 22 പെൺകുട്ടികളോളം അവിടെ ഉണ്ടായിരുന്നു. അവരെ മാറ്റി പാർപ്പിക്കാൻ CWCയിലേക്ക് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ആ വിവാഹം തന്നെ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. വിവാഹത്തെ പറ്റി പറയുമ്പോൾ ഗിരിജയുടെ മകൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വിവാഹം എന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു, അല്ലെങ്കിൽ എനിക്കത് ആദ്യമേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്തെ പാകപ്പിഴകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതും 3 പേരും 3 രീതിയിലാണ് പല കാര്യങ്ങളും പല മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ അവർക്ക് പാളി എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തായാലും ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ 3 പേരും ഒരേ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മേൽ വന്ന ആരോപണങ്ങൾ ഇവർ ഒരിക്കലും തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഒരു സ്കാനിങ് റിപ്പോർട്ടോ ഒക്കെ കാണിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ് വീക്കാണ് ആ കുട്ടിയുടെ വളർച്ച എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെടുത്ത് കാണിച്ചാൽ ഇവർക്ക് ഈ ഒരു കാര്യങ്ങൾ കള്ളമാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം സജീവമായിരുന്ന ആൾക്കാർ തന്നെയാണ്. എന്തായാലും അവർ ചെയ്ത കള്ളങ്ങൾ പുറത്തു വന്നു, അതിനുള്ള ശിക്ഷകൾ അവർക്ക് തന്നെ കിട്ടുകയാണ്. എന്തായാലും ഈ ഒരു അനാഥാലയം ഇനി മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇറക്കിയ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.